ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കേർഡ് റൈസാണ്, തൈര് സാദം. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്, തൈര് സാദം. അപ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കി നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതായത് കറക്റ്റ് അളവ് പറയണമെന്നുണ്ടെങ്കിൽ 200 ml കപ്പാണ്, അത് 2 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ അരി എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെയാണ് ഞാൻ ഈ പാലും അളന്നൊഴിക്കുന്നത്. നമ്മൾ ഈ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് അളവ് മാറിപ്പോകാതിരിക്കാനാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി 6 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതുപോലെ 6 കപ്പ് അതേ കപ്പിൽ തന്നെ 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. ഏകദേശം ഒരു 10 ഗ്രാമിൻ്റെ ഒരു ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇതിനെ അടച്ചു വെച്ച് 6 വിസിൽ വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 6 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിലെ പ്രഷർ പൂർണ്ണമായിട്ടും പോയതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ തൈര് സാദത്തിൻ്റെ അരി ഇവിടെ വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്ത് കുഴഞ്ഞ് നിന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലിപ്പോൾ നല്ല ഫുള്ളായിട്ടുണ്ട്. നമുക്കിതിനെ ഒരു കാര്യം ചെയ്യാം, നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമുക്കിതിലെല്ലാം കൂടി ഇളക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിതിലേക്ക് വേറൊരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിപ്പോൾ ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കർ വെച്ചിരിക്കുന്നത്, അത് കാരണം സ്ഥലപരിമിതികളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അങ്ങനെ കുക്കറിൻ്റെ ആവശ്യം കഴിഞ്ഞു, എത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഈ തൈരും ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയ ശേഷം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂൺ കായമാണ്, കായപ്പൊടിയാണിത്, അതിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്താണ്, അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത അതേ അളവിലുള്ള ബട്ടറാണിത്, നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങളുടെ ഇതൊരു ഫേവറേറ്റ് ഡിഷായി മാറുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തൈര് സാദം റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രുചിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും തൈര് സാദത്തിൽ എന്താ തൈര് ചേർക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും. തൈര് നമ്മൾ അവസാനം ചേർക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നമ്മളത് കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ച ശേഷമാണ് നമ്മളത് അവസാനം തണുത്ത ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിന്ന് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രം നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം 3-4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊന്ന് ഏകദേശം ചൂടായി വരുമ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കടുക് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്, വെള്ള ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു നല്ലപോലെ കളർന്ന് ചേഞ്ച് ആവണം. നല്ലപോലെ ഒന്ന് ഹാർഡായിട്ട് വരുമ്പോഴാണ് നമുക്കത് തൈര് സാദം കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഉഴുന്ന് പരിപ്പിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറി വരട്ടെ. ഓക്കെ, മാറി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 5 വറ്റൽമുളകാണ്, അത് പൊട്ടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കരിഞ്ഞു പോകാൻ നോക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്കിതിങ്ങനെ പതുക്കെ ഒന്ന് ആയി വരണം. ഇനി അതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടുന്ന വീഡിയോ ഒന്ന് സ്കിപ്പായി പോയി. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ വേവിച്ച ചോറിലോട്ട് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഏകദേശം നമ്മുടെ തൈര് സാദത്തിനും എല്ലാ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മേലെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരാൻ പോകുന്നത്, തൈര്. 1 കപ്പ് തൈരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ചൂടാറിയതിന് ശേഷം ഈ സമയത്താണ് നമ്മളത് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഫൈനലായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തൈര് ഒരുപാട് ചൂടുള്ള സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ തൈര് അവസാനം ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്. കടയിൽ നിന്ന് വിളിക്കുന്ന നമ്മുടെ മിൽമയുടെ തൈരാണത്. നമ്മളിവിടെ എല്ലാ മിക്സിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ലൂസ് ആവണം എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഒരു അരക്കപ്പല്ല, ഒരു 1/4 കപ്പ് പാലിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടി ലൂസ് ആവണം എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ
ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ തൈര് വീണ്ടും ചേർക്കുമ്പോൾ നമ്മുടെ ഈ ചോറ് തൈര് സാധം അങ്ങനെ കട്ടി കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പാൽ ചേർക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു 1/4 കപ്പും കൂടി ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൂസാവും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 2 ഓപ്ഷൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇല്ലാത്ത കട്ടി വേണമെന്നുണ്ടെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ പാൽ ചേർക്കാതെ അതേപോലെ തന്നെ മതിയാവും. ഓക്കെ, ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൈര് സാദം കേർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തന്ന ഒരു മല്ലിയില കൊണ്ട് വെച്ചെടുത്ത് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെ സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്